പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹപ്രസാദമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഈ നേരത്തും KPS സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ സന്ദർശിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സമയത്ത് ദൈവം തന്ന 2 ആലോചനകളെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ഒന്നാമത്, സദൃശവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെയും ദൈവത്തെ ഓർക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുകയും കർത്താവ് നമ്മൾ പോകുന്നിടത്തൊക്കെയും അനുഗ്രഹിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് പോകുന്ന വഴികളെല്ലാം ഹൃദയത്തിൽ തന്നെ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെയും മറ്റൊരു ഭാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയും, കർത്താവേ, എൻ്റെ എല്ലാ ഭാരങ്ങളായാലും എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം അങ്ങ് മാത്രമാണ്, അങ്ങ് എന്നോട് കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായി ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കും. ആയതുകൊണ്ട് ദൈവവചനം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന പാതയിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും കർത്താവ് അത് നീക്കും, കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് അതിന് തന്നെ നമ്മെ നടത്തുവാനിടയായിത്തീരും. ആയതുകൊണ്ട് എല്ലാ വഴികളിലും ദൈവത്തെ ഓർത്ത് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ വിഷയം, സങ്കീർത്തനം 37:5 പറയുന്നു: നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വഴി, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടേതായിരിക്കുന്ന കുടുംബത്തിലാകുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവിൻ്റെ കരത്തിൽ പരമേൽപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ, മറ്റൊന്നിനുമല്ല, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ നിശ്ചയം കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, ഒന്ന്, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ദൈവത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നനച്ചുകൊള്ളുക. 2, നിങ്ങൾക്ക് കഴിയാത്ത എല്ലാ ഭാരമായ വിഷയങ്ങളായാലും നിങ്ങളുടെ എല്ലാ വഴികളിലുള്ള സകല കഷ്ടതകളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുക. ദൈവത്തിൽ തന്നെ ആശ്രയിച്ച്, യേശപ്പ, അങ്ങല്ലാതെ മറ്റൊരുവനും എനിക്ക് സഹായിപ്പാനില്ല, അങ്ങല്ലാതെ മറ്റൊരു ആരും എന്നെ നന്മ ചെയ്യുവാൻ എനിക്കില്ല, ആയതുകൊണ്ട് കർത്താവ് മാത്രമാണ് എന്നൊരൊറ്റ ചിന്തയോട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ പോകുമെങ്കിൽ നിശ്ചയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സ്വർഗീയ നല്ല കർത്താവ് യേശുവേ, അനുഗ്രഹപ്രദമായ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട എല്ലാ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം, ഈ ദൂത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. ഇന്ന് കർത്താവ് തന്ന ആലോചന പ്രകാരം കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർക്കൂടെ എല്ലാ വഴികളിലും അവർ കർത്താവിനെ ഓർത്തുകൊള്ളുവാനും അവരുടെ എല്ലാ വഴികളിലും കർത്താവിനെ ഭരമേൽപ്പിക്കുവാനും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാനും കർത്താവെ നീ ജനത്തെ ഒരുക്കണം. അത് നിമിത്തം കർത്താവ് വൻ കാര്യങ്ങളെ ജനത്തിൻ്റെ നടുവിൽ ചെയ്യുമാറാകണം. ഇന്ന് ഒരുപക്ഷെ ഈ ചാനൽ കാണുമ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വഴികളിൽ തടസ്സപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാ തടസ്സങ്ങളും ദൈവം നീക്കി അത്ഭുതം ചെയ്ത് കർത്താവ് മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് സഹായിക്കണമേ. കർത്താവ് പ്രവർത്തിക്കണം, വൻ കാര്യങ്ങൾ ദൈവം ചെയ്യണം. സർവ്വം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിലും അല്ലെങ്കിൽ ഈ പകലിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ ഈ വചനം ശ്രദ്ധിക്കുന്നു, ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെയും കർത്താവ് നീക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ ധാരാളം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്തൊരു മെസ്സേജിലൂടെ ഞാൻ നിങ്ങളെ സന്ദർശിക്കും. കർത്താവ് നമ്മെല്ലാവരെയും ആസ്വദിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു.